ഹലോ ഓൾ വെൽക്കം ടു മൈ ചാനൽ ഗാലിക് റൂസ്റ്റർ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡീവോമിങ്ങിനെ കുറിച്ചാണ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പക്ഷികളിൽ ഈ ഡീവോമിങ് നടത്തുന്നത് എങ്ങനെയാണ്, അതിനെന്തൊക്കെ മെഡിസിൻസാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ്, എന്താണ് ഈ വിരയിളക്കൽ? നമ്മുടെ കിളികളുടെ ആമാശയത്തിലുള്ള പലതരത്തിലുള്ള കൃമികളെ പ്രകൃതിദത്തമായ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ ഉപയോഗിച്ച് നശിപ്പിച്ച് കളയുന്നതിനെയാണ് ഈ വിരയിളക്കൽ അഥവാ ഡീവോമിങ് എന്ന പ്രക്രിയ കൊണ്ട് നമ്മൾ പറയുന്നത്. ഇതിന് എങ്ങനെയാണ് മെഡിസിൻ എങ്ങനെയൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിൻസാണ് ആവശ്യമുള്ളതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിന് മുമ്പായി തന്നെ ഏതൊക്കെ രീതിയിലുള്ള വിരകൾ ഉണ്ടെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിന് നമ്മളെന്താ ഫസ്റ്റ് ടൈം റൗണ്ട് വേംസ് എന്ന് പറയുന്ന വിരകളുണ്ട്. റൗണ്ട് ആകൃതിയിലുള്ളതിനെ റൗണ്ട് വേംസ് എന്ന് പറയാറുണ്ട്. ടേപ്പ് പോലെ ഇരിക്കുന്നതിനെ ടേപ്പ് വേംസ് എന്നും നൂൽ പോലെ ഇരിക്കുന്നതിനെ ത്രെഡ് വേംസ് എന്നും വിളിക്കുന്നു. എങ്ങനെയാണ് ഈ വിരകൾ നമ്മുടെ കിളികളെ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. നമ്മുടെ ലോഫ്റ്റിൽ കോളനിയായാണ് വളരുന്നതെങ്കിൽ വിരയുള്ള കിളികളുടെ കാഷ്ടം അതിലൂടെ വെളിയിൽ വരുന്ന വോംസ് എഗ് മറ്റു കിളികളുടെ ഉള്ളിൽ എളുപ്പത്തിലെത്താൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു സാധ്യത, പുറമേയുള്ള പക്ഷികൾ, കാക്ക അല്ലെങ്കിൽ മറ്റേതെങ്കിലും പക്ഷികൾ നമ്മുടെ ലോഫ്റ്റിൽ ആഹാരം തേടി വരികയും അവയുടെ കാഷ്ടം നമ്മുടെ കിളിക്കൂട്ടിൽ വീണാൽ അതിലൂടെയും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു സാധ്യത, നമ്മൾ കൂട്ടിൽ വയ്ക്കുന്ന ആഹാരം, എക്സാമ്പിൾ ഫുഡ് അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും, ഇവ കുറച്ച് സമയം അല്ലെങ്കിൽ കുറേ സമയം കൂട്ടിലിരിക്കുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈച്ച ഇവ മുഖാന്തരം വോംസ് ഈ ഫുഡിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ നമ്മുടെ കിളികളിലും എത്താൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പുതിയതായി ഒരു കിളിയെ വാങ്ങി അതിനെ ഡയറക്റ്റ് നമ്മുടെ ലോഫ്റ്റിൽ കൊണ്ടുവന്നിട്ടാലും വോംസ് ആ കിളിയിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ കിളിയെ ക്വാറന്റൈൻ ചെയ്യുക, വിര ഇളക്കിയിട്ട് മാത്രം നമ്മുടെ ഐവിയിൽ ഇടുക. ഇതൊക്കെയാണ് സാധ്യതകൾ. അടുത്തതായി ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന്. വിരയുള്ള കിളികൾ വലിയ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. ഒന്ന്, കാഷ്ടത്തിൽ ജീവനുള്ള വിരകളെ കാണുക. അസാധാരണമായി 1-2 കിളികൾ ചത്തുപോയാൽ അവയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുക, വിര കാരണം ആണോ എന്ന് തിരിച്ചറിയുക. പിന്നെ എപ്പോഴും തൂങ്ങി ഒരു ആക്റ്റീവ് അല്ലാത്തൊരു കിളി ഇരിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു സിംറ്റമാണ്. അവ വിര മൂലം ആകാൻ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്ന ഒരു കിളി അതിൻ്റെ നെഞ്ച് ബ്ലേഡ് പോലെ ആക്കുക, തൂക്കം കുറയുക, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അതൊക്കെ ഒരു സിംറ്റമാണ് ഇതിൻ്റെ. ഇനി ഈ മെഡിസിൻ എങ്ങനെ കൊടുക്കണം, ഏതൊക്കെ മെഡിസിൻസാണ് നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. ആൽബമാർ സാധാരണമായി എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ആൽബമാർ. വിലയും വളരെ കുറവാണ്. അതിൻ്റെ ഡോസേജ് നമുക്ക് ആൽബൻഡസോൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ കോമൺ ട്രേഡ് നെയിം എന്ന് പറയുന്നത് ആൽബമാർ ആണ്. ഡോസേജ് 5 ml in 1 liter ആൻഡ് വാട്ടർ 125 mg. റിപ്പീറ്റ് എവറി 6 months. 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആണ് കൊടുക്കേണ്ടത്. 1 ml ആൽബമാർ എടുത്താൽ അതിൽ 25 mg ആൽബൻഡസോൾ ഉണ്ടാകും. 5 ml 125 mg ആണ് അതിൻ്റെ കറക്റ്റായുള്ള ഡോസേജ്. 1 ലിറ്റർ വെള്ളത്തിൽ 125 mg. ചിലർ ചോദിക്കാറുണ്ട്, മനുഷ്യർക്ക് കൊടുക്കുന്ന ആൽബൻഡസോൾ കൊടുത്തൂടെ എന്നാൽ അതിൽ 5 mg എടുത്താൽ അതിൽ 200 mg ആൽബൻഡസോൾ ഉണ്ടാകും. നമുക്ക് വേണ്ടത് 125 mg to 160 mg ആണ്. മനുഷ്യർക്ക് കൊടുക്കുന്ന ആൽബൻഡസോൾ കിളികൾക്ക് കൊടുക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ml മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്തത് ഡീവോമിങ് ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. നാളെയാണ് ഡീവോമിങ് ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് തന്നെ കൂട്ടിൽ നിന്നും വെള്ളം മൊത്തം എടുത്തു മാറ്റുക. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ഡീവോമിങ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ആൽബമോറിൻ്റെ കുപ്പി പൊട്ടിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം കുലുക്കുക. എന്തുകൊണ്ടെന്നാൽ ഈ മെഡിസിൻ വരുന്നത് സസ്പെൻഷൻ രൂപത്തിലാണ്. സസ്പെൻഷൻ എന്ന് വെച്ചാൽ കുറേ സമയം ഇരിക്കുമ്പോൾ കുപ്പിയുടെ അടിയിൽ മരുന്ന് പോയി അടിയും. നമ്മൾ നല്ലവണ്ണം കുലുക്കി ഇല്ലെങ്കിൽ മുകളിലുള്ള തെളി മാത്രം കൊടുക്കും, മരുന്ന് കിടക്കുകയുമില്ല. അത് ഒരു പ്രയോജനം തരില്ല. നല്ലവണ്ണം കുലുക്കിയെടുത്താൽ മരുന്ന് 5 ml വെള്ളത്തിൽ കലക്കി എല്ലാ കിളികൾക്കും കൊടുക്കുക. ഈ മരുന്ന് ഒരു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ കൂട്ടിൽ വയ്ക്കുക. അതിനുശേഷം നല്ല വെള്ളം വെച്ച് കൊടുക്കാവുന്നതാണ്. ആദ്യമായാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കേജിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കാഷ്ടത്തിൽ നിങ്ങൾക്ക് വോംസിനെ കാണാൻ സാധിക്കും. ആൽബൻഡസോളിന് വോംസ് എഗ് നശിപ്പിച്ചു കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് 14 ദിവസം കഴിഞ്ഞ് ഈ മരുന്ന് ഒരു പ്രാവശ്യം കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രോബയോട്ടിക് 4 ദിവസം മുന്നേ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ 2 വട്ടം ഡീവോമിങ് ചെയ്യുമ്പോൾ കിളികൾ കൂടുതൽ വീക്കാകാൻ സാധ്യതയുണ്ട്. പിന്നെ 6 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡീവോമിങ് ശേഷം കിളികൾക്ക് ഏതെങ്കിലും പ്രോബയോട്ടിക് മെഡിസിൻ കൊടുക്കുക. കിളികൾ ഡീവോമിങ് ശേഷം ഭയങ്കരമായി വീക്കാകാൻ സാധ്യതയുണ്ട്. അതിനെ തരണം ചെയ്യാൻ ആണ്
ഈ മെഡിസിൻ. സോ അതിനൊരു മെഡിസിനാണ് വോം ഔട്ട് ജെൽ എന്ന് പറയുന്നത്. ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെഡിസിനാണ്, പക്ഷേ ഇത് നല്ലൊരു റിസൾട്ട് തരുന്നൊരു ജെല്ലും കൂടിയാണ് ഈ മെഡിസിൻ. സോ മെറ്റഫോം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആൽബൻഡസോളിന് വോംവർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ചില പ്രത്യേക വോംസിനെയും നശിപ്പിച്ച് കളയാനാവില്ല. എന്നാൽ വോം ഔട്ട് ജെൽ എല്ലാ വോംസ് അതിൻ്റെ എക്സിനെയും നശിപ്പിക്കാൻ സാധിക്കും. വോം ഔട്ട് ജെൽ 1 മില്ലി 80 മില്ലി വെള്ളത്തിലാണ് കലക്കുക. പറവകൾക്ക് 1 മില്ലി 160 ml വെള്ളത്തിലാണ് കൊടുക്കുക. ഈ മെഡിസിൻ 6 മണിവരെ കൂട്ടിൽ സൂക്ഷിക്കാം. അതിനുശേഷം മറ്റ് നോർമൽ വെള്ളം കൊടുക്കരുത്. പിന്നെ അടുത്ത ദിവസവും ഈ അളവിൽ തന്നെ വീണ്ടും കൊടുക്കുക. ആൽബമോർ ഒരു ദിവസ ഡോസ് ആയിരുന്നുവെങ്കിൽ വോം ഔട്ട് ജെൽ 2 ദിവസങ്ങളിൽ ആണ് കൊടുക്കുന്നത്. എങ്കിൽ മാത്രം അതിന് പ്രയോജനമുണ്ടാകും. പിന്നെ ഈ മരുന്ന് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ കൊടുക്കേണ്ട മരുന്ന് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഇട്ട് നല്ലവണ്ണം കുലുക്കി ഒരു പത രൂപത്തിലാക്കി വന്നിട്ട് ബാക്കിയുള്ള വെള്ളത്തിൽ കലക്കി കിളികൾക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊരു ജെൽ രൂപത്തിലായതിനാൽ പെട്ടെന്ന് വെള്ളത്തിൽ മിക്സ് ആകുവാൻ ഭയങ്കര പാടായിരിക്കും. വോം ഔട്ട് ജെൽ 3 മാസം കഴിഞ്ഞ് വീണ്ടും കൊടുക്കാൻ ശ്രദ്ധിക്കും. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അതായത് ഡിവോമിക് എപ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടികളുള്ള കിളികൾക്കും, അതായത് ഈ ആൽബൻഡസോൾ കുട്ടികളുടെ ലിവർ HP ഡാമേജ് ആക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളുള്ള കിളികൾക്കൊന്നും ഈ ഡിവോമിങ് നടത്താൻ പാടില്ല. അതുപോലെ തന്നെ എഗ് ചെയ്തിരിക്കുന്ന കിളികൾക്കും ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ മഴക്കാലമായാൽ ഡിവോമിങ് ചെയ്യാൻ പാടില്ല. സോ ഇതാണ് ഈ വീഡിയോ. ഡിവോമിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കിളികളോടുള്ള ക്രേസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കിതൊരു ഉപകാരപ്പെടും. സോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഉണ്ടാവും. സോ താങ്ക് യു.